അപ്പൊ എല്ലാവർക്കും സൽമാൻ ഗെയിമിംഗ് ചാനലിലേക്ക് സ്വാഗതമുണ്ട്. എൻ്റെ ചാനൽ ഒരു ഗെയിമിംഗ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു തോട്ടത്തിൻ്റെ പ്രൊഫൈലാണ്. അപ്പം തന്നെ മനസ്സിലായല്ലോ, നമ്മൾ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സാണ്. അപ്പം എൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് ആദിൽ വൺ പ്രോ ഉണ്ട്. ആദിൽ വൺ പ്രോ എന്നാണ് ആളുടെ നെയിം ടാഗ്. ഞാനാണ് ആ നെയിം ടാഗ് റീനെയിം കൊടുത്തത്. അതാണ്ട് ആദിൽ വൺ പ്രോ, കണ്ടോ, ആദിൽ വൺ പ്രോ. ഓക്കെ ഗൈസ്, അപ്പം ആദിൽ വൺ പ്രോ നമ്മുടെ കൂടെ കളിക്കാനുണ്ട് ഗൈസ്. അപ്പം ആളിപ്പോഴും ഓൺലൈനിൽ ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട് ആള്. അപ്പം ആളുടെ കൂടെയാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ കുറേ വേണ്ടാത്ത വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആള് പറഞ്ഞു സൂപ്പർ ഒരു സീഡുണ്ട് കളിക്കാനെന്ന്. അപ്പം നമുക്ക് ആളുടെ കൂടെ ആ സീഡിൽ കയറി ഒന്ന് കളിച്ചു നോക്കാം. അപ്പം ആളിപ്പോൾ സീഡ് പറയും. ഹലോ ആദിൽ വൺ പ്രോ, ആ സീഡ് ഒന്ന് പറയൂ. മൈനസോ? ഓ ഗൈസ്, അപ്പൊ ആള് പറഞ്ഞ മൈനസ് എന്നാണ്. മൈനസ് ഇനി ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാവോ? ആ മൈനസ് 42. എനിക്ക് ഓക്കെ 42. ഇതെന്താ കീബോർഡ് വർക്കാവുന്നില്ലേ? 42. 42 01. ഗായ്സ് ഒരു സെക്കൻഡ്, ബാക്കി പറ. 01. ആ ഗൈസ്, അപ്പൊ ഒരാളും കൂടെ കേറാൻ തീരുമാനിച്ചു വന്നിട്ടുണ്ട്, എന്നെ അനിയനും കൂടെ. അപ്പൊ ആളുമുണ്ട്. 01. നിക്ക് ഗൈസ്, ഒരു മിനിറ്റ്. 87. 87. 87. 26. 72. 32. 93. 59. 7. അത്രേ ഉള്ളൂ. -42. 01. 87. 87. 26. 72. 32. 93. 59. 7 അല്ലേ? ഓക്കെ. അപ്പം ഗൈസ്, നമുക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. ഒന്ന് കോർഡിനേറ്റ്സ്, ഒന്ന് ഡേ പ്ലേഡ്, പിന്നെ ഒരു മോഡ് കയറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ മോഡ് കയറ്റണമെന്ന് ഉറപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്തോ അടിക്കണം. വേൾഡിന് ഒരു സീരിയസ് വേണ്ടേ? എന്തോ അടിക്കട്ട്? ഫ്രണ്ട്സ് പ്ലേ. സൽമാൻ MC 16. അപ്പം നമ്മുടെ നെയിം ടാഗ് മാറിയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്കത് നാളെ നിങ്ങൾ തന്നെ പറ, കമൻറ്റ് ഇടുക എന്തോ ഫ്രണ്ട്സ് എന്തോ ഇടണമെന്ന്. എൻ്റെ ഒരു തീരുമാനം ഫ്രണ്ട്സ് പ്ലേ എന്നോ അങ്ങനെ വല്ലതും ഇടണം. അപ്പം നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ അത് തീരുമാനിക്കാം. ഇപ്പം ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. 2 പ്ലേയേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. നിൽക്കും ഒരു മിനിറ്റ്, നിൽക്കേ. എല്ലാം ഓക്കെ. അപ്പം ഞാൻ വായ്ത്താളം അടിക്കാതെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം ലോഡ് ഡോണ്ട് കില്ല് ഡോൾഫിൻസ് യു മോൺസ്റ്റർ. ഓ ഗൈസ്, നമ്മള് ഡോൾഫിൻസിനെ കില്ല് ചെയ്ത നമ്മൾ മോൺസ്റ്റർ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് മൈൻക്രാഫ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എഴുതി വരുന്നത് മിക്കവരും ഇതാണെങ്കിൽ കാണാത്ത പോലെ നടിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഇതാരും വായിച്ചിട്ടില്ലല്ലോ. ഞാൻ വായിക്കാറുണ്ട് ഗൈസ്. കാരണം ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം കാണും. എന്ന് വെച്ചാൽ ലാവയാണെങ്കിൽ സ്മെൽറ്റ് ചെയ്യാൻ ഒരു ലാവ ബക്കറ്റിന് 1 സ്റ്റാക്ക് ഐറ്റംസ് സ്മെൽറ്റായി കിട്ടും. 100 100 ഐറ്റംസ് സ്മെൽറ്റായി കിട്ടും എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണിക്കും. അത് സത്യമാണ്, ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഗൈസ്, 2 പേരും സെർവറിൽ കയറാൻ വേണ്ടി അവർക്ക് ലൊക്കേറ്റ് സെർവർ കാണിച്ചിട്ടുണ്ട്. ഗൈസ് അപ്പം 2 പേരും കയറിയിട്ട് 2 പേരും കയറിയിട്ടുണ്ട്. ഗൈസ്, ഇത് നിദാൻ വൺ പ്രോ എന്തോ അത് എടാ എന്റെ പിറകെ എടാ നിന്നു. അതുകൊണ്ടോ നിന്റെ വണ്ടിയില് എനിക്ക് ബണ്ടിൽ ഇട്ടിട്ടില്ല. ഗൈസ്, അവൻ ബ്ലാക്ക് സ്മിത്തിൽ നിന്ന് ഡയമണ്ട് അടിച്ചു മാറ്റാൻ പോയി. നമുക്ക് സ്പീഡിന് പോവാം ഗൈസ്. ഞാൻ ഗൈസ് അത് മൊത്തം ഗൂഗിൾ സ്റ്റോർ പൊട്ടിച്ചെടുത്തിട്ട് അടിച്ചു മാറ്റി ഗൈസ്. എനിക്ക് ആ ചെസ്റ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. ചെസ്റ്റ് പോലെ
നമുക്കൊരു ഹോഴ്സ് ആർമർ കിട്ടിയിട്ടുണ്ട്. അല്ല ഇത്ര ഉള്ള ഇവിടുന്ന് ലൂട്ട് അടിക്കാൻ. ഡയമണ്ട് എടാ അതെങ്കിലും വെച്ചിട്ട് വേടാ. എന്ത് ഡയമണ്ട് എത്ര ഉണ്ട്? അപ്പൊ ഒരു പിക്കാക്സ് ഉണ്ടാക്കാലോ. എനിക്ക് വേണം തരൂല. ആ അയൺ പിന്നെ മാന്താൻ പോവാ. ഇവിടെ അടുത്ത് വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ടെന്ന് ഇവൻ പറയുന്നു ഗൈസ്. എവിടെ എവിടെയാണോ? എനിക്ക് റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടേക്കാ മൊബൈലിൽ കളിക്കുന്നുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഇത് ഗൈസ് നമ്മൾ ആയംകുളത്തിന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. ആയംകുളം മച്ചാൻ വരില്ല. ആ അത് ശരിയാ. അല്ല റീസ്പോൺ സെറ്റ് ചെയ്യാൻ നമ്മൾ അടുത്ത് തന്നെ അല്ലേ സ്പോൺ ആവുന്നു. ആ ഞാൻ ഈ വീട്ടിൽ റീസ്പോൺ സെറ്റ് ചെയ്തു. ഇതെന്റെ വീട്. നിദാന നീ ഏത് വീട്ടിലാ റീസ്പോൺ സെറ്റ് ചെയ്തത്? ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് എടാ നിന്റെ ഗൈസ് അപ്പൊ നിദാ 1 Pro ഡെഡ് ആയിരിക്കുന്നു ഗൈസ്. ഗൈസ് അപ്പൊ നമ്മൾ അവന്മാര് ചാവുന്നേ നോക്കിയിരിക്കാതെ നമ്മൾ ആദ്യത്തെ ഫുഡ് അങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. എല്ലാണോ ചാവക്കമാണ്. അതാ ഒരാള് ലെഫ്റ്റ് ആയി ഗൈസ്. ചർച്ച എത്തുപടുത്ത് ലെഫ്റ്റ് ആയതാണ് തോന്നുന്നത്. ആദിലിറങ്ങിയിരിക്കുന്നു ഗൈസ്. അപ്പൊ എന്റെ അനിയ ഇതുവരെയായിട്ടും ഇറങ്ങിയില്ല. ആള് പടമായിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ കേട്ടോ, ഡ്രാഗനെ പെട്ടെന്ന് കൊല്ലണമെന്ന്. ഗൈസ് മൊബൈലിൽ കളിക്കുന്നുണ്ടാ ഇങ്ങനെ മെസ്സേജ് വരുന്നത്. പിന്നെ ചെറിയ ലാഗം കാണും, ചെറുതല്ല നല്ല ലാഗാണ്. പെട്ടെന്ന് ഡ്രാഗനെ കൊല്ലണമെന്നല്ലേ? ഏതാണ്ടാ അത് പറഞ്ഞ ഗൈസ്. അപ്പൊ 20 പ്ലാൻ. ഓ റെയ്ഡ് ഫാം ആദ്യം സെറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ സെറ്റ് അവന്മാരെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ട് അയൺ ഫാം നമുക്ക് ഫാസ്റ്റ് നമുക്ക് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഞാൻ അയൺ ഫാമിന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആദിലാണെങ്കിൽ റെയ്ഡ് ഫാമിന്റെ ഡ്യൂട്ടി ചെയ്യാന്നാണ് പറയുന്നത്. അവിടെ ഇവിടെ അടുത്താണ് മറ്റേ അതുണ്ടോ മറ്റേ എന്താ ഈ ഒരു മോസി ബ്ലോക്ക് ഉള്ളൊരു സംഭവം. മോസി ബ്ലോക്ക് ഉള്ള ഒരു സാധനം ഇല്ലേ? ആ ലഷ്കേവ് ഉണ്ടോ ഇവിടെ അടുത്ത കാണാം ഗൈസ്. നമുക്ക് ഒരു സാധനം കിട്ടിയിരിക്കുന്നു. ലഷ്കേവിന്റെ കോർഡിനേറ്റ്സ് അവന് അറിയത്തില്ല എന്നാണ് നയിക്കുന്നത്. ഇതാ പിന്നെ നിദാനാണെങ്കിൽ പില്ലേജറിന്റെ കയ്യിൽ നിന്ന് വളരെ ക്രൂരമായി ഡെഡ് എടുത്തിരിക്കുന്നു. നമ്മളിവിടെ ഗൂഗിൾ സ്റ്റോം മൈൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അവന്മാരാണെങ്കിൽ ഫുള്ള് ഡെഡ്. ഞാനിവിടെ ഗൂഗിൾ സ്റ്റോം ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ചധികം ഗൂഗിൾ സ്റ്റോം മൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഡയമണ്ട് കേസ് ഉണ്ടാക്കാൻ തുടങ്ങി.
എടാ വില്ലേജേഴ്സിനെ ട്രാപ്പ് ആക്കടാ. പാവം നമ്മുടെ വില്ലേജ് കാക്കുന്ന. അല്ല അയൺ വേണം. പിന്നെന്ത് വേണം? ഒരു സോഡും കൂടെ ക്രാഫ്റ്റ് ചെയ്തേക്കാം ഗൈസ്. അപ്പൊ നമ്മള് സോഡ്, ആക്സ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ക്രാഫ്റ്റ് ചെയ്തതാ. കഷ്ടപ്പാടിന്റെ വില എന്ന് എനിക്കറിയാവോ? അതിന് നീ ആണെങ്കി അവിടുന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങൾ വെച്ചല്ലേ ഇപ്പൊ യൂസ് ചെയ്യുന്നേ. ഞാൻ അടിച്ചു മാറ്റാത്ത സാധനങ്ങൾ വെച്ചാ. എടാ അതൊരു അബദ്ധം പറ്റിയതാ. എടാ എടുക്കല്ലേ. ചെറുതായിട്ടല്ല, അറിഞ്ഞോണ്ട് തട്ടിയതാ. അതിന് ഞാൻ ഐറ്റംസ് എടുക്കട്ടെ. അതിന് നിന്റെ ഷീൽഡെങ്കിലും ഉണ്ടോ? കൊന്ന. എടാ അവന്റെ കയ്യിരിക്കുന്ന ക്രോസ് ബോയ്ക്ക് നല്ല പവറാണ്. നമ്മള് കണ്ടിട്ടില്ല. ഞാൻ നോക്കുന്നുണ്ട്. വേണ്ട, നീ അടിച്ചോ, ഞാൻ തല്ലിക്കൊന്നോ. എന്തോത്തിന് ഇവിടെ വെച്ചോ? വേണ്ട വേണ്ട വേണ്ട. ഒന്നാമത് ആയിക്കോളത്തിന് തല്ലിക്കൊള്ള എന്നാ. നമ്മൾ തന്നെ എടുത്തിരിക്കുന്നു. കുടിക്കണോ? വേണ്ട, പണി പാലും വെള്ളത്തേക്ക് ഇട്ടും. ഒന്നാമത് വില്ലേജിന്റെ അടുത്താടാ, വില്ലേജിന്റെ അടുത്താണ്. എന്ത് ഞാനും കൂടെ സഹായിക്കാം. നീ എവിടെയാന്ന് പറ. എന്റെ ആർമർ പോലും. നിന്റെ ആർമർ സൂട്ടെങ്കിലും ഉണ്ടെന്ന് പറയാം. നമ്മുടെ അതില്ല. നിന്റെ ആർമർ ഉണ്ടോ അതിലെ? ചുമ്മാ അല്ലെന്ന് എനിക്ക് അധികം ഡാമേജ് കിട്ടാത്ത. ഞാനൊരു ഇതുണ്ടാക്കി. ഫുഡ് എന്റെ ഒരു 5 എന്തരാ എടാ ഞാനത് ആരെ കണ്ടെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ എപ്പോഴും ആ സാധനത്തിന്റെ എൻചാൻഡ്. ആ പിന്നെ ആരോ പോയി ക്യാപ്റ്റന്റെ അടുത്ത്. ആ ബാക്കിൽ കൂടെ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഷിഫ്റ്റ് ചെയ്താൽ നോക്കി എന്റെ കാര്യം മനസ്സിലായല്ലോ. ഞാൻ അവന്റെ തല്ലിക്കൊല്ലാൻ പോവുകയാണ്. ഒരുത്തന്റെ ബാക്കിൽ കൂടെ ഒരുത്തൻ വന്നായിരുന്നു. എന്റെ അമ്മ എന്തോടാ ഇത്? എന്റെ ഒരുത്ത ക്രൂരായിട്ട് കൊല്ലാൻ വേണ്ടി 2 വിടക്ക എനിക്ക് ഞാൻ സെറ്റിങ്സ് കേറിട്ടെ.
അതെ ഇപ്പൊ ഗൈസ്. അപ്പൊ 1 man സ്ലീപ്പ് ആക്കിയില്ലെങ്കിൽ പണി കിട്ടും. എന്നെ ഒന്ന് ആരെങ്കിലും കവർ ചെയ്യും. ഞാൻ 1 man സെറ്റിങ്സ് കയറി. ആരെങ്കിലും എന്നെ ഒന്ന് കവർ ചെയ്യടാ. ഇതല്ലേ ഗൈസ് 1 man സ്ലീപ്പ്. 0 ഇല്ലടാ ആക്കണ്ട. 0 ആക്കിയിട്ടുണ്ട്. 0 ആക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു അവനെ, പക്ഷെ തല്ലിക്കൊള്ളു. ഇടാ ഒറ്റടി 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 ഒറ്റടി. കുപ്പി കിട്ടിയില്ലേ? കിട്ടിയോ? എനിക്ക് കുറച്ച് ഫുഡ് ഇട്ട് തരുമോ? എടാ വില്ലേജേഴ്സിന് കൊടുക്കുക. നിദാനം ഉണ്ടോടാ? പോഷൻ കിട്ടിയോ? അവിടെ കിടക്കുന്ന പോഷൻ എനിക്ക് കിട്ടുന്ന നോക്കട്ടെ. നിന്റെ ഉണ്ടോ പോഷൻ? നമുക്ക് ആർമർ സെറ്റ് ചെയ്യണ്ടേ? ഷീൽഡ് ഞാൻ സെറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്താലോ? എടാ ഇവിടെ ആയിട്ട് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്താലോ? എടാ അതിലെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്താലോ? നീ വൈഫൈ ഓണാക്ക്. അതെന്താ പറ്റിയേ? ആദ്യം കുറച്ച് വില്ലേജസിനെ ട്രാപ്പ് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. ഹാർഡ് ആക്കിയിട്ട് കുടിച്ചാലേ മറ്റേ ഇത് കിട്ടൂടാ, തോട്ടം കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണ്ടാത്ത സാധനങ്ങളെന്ന് വെച്ചാൽ ഇതൊന്നും ഇപ്പം വേണ്ടാത്തതാണ്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഉണ്ടല്ലോ ഓൾറെഡി. ഷീൽഡോ വേണ്ട? എന്റെ ഷീൽഡ് ഉണ്ട്. വേണ്ട, നിദാനം ഓർറാ. നിദാന്റെ ഷീൽഡ് ഇല്ല. ഇറങ്ങിട്ട് കയറിയപ്പോഴത്തേക്ക് മറ്റേ അത് മാറിയിട്ട് വേറെ ക്യാരക്ടറായി. സ്കിന്നല്ലടാ ഇട്ടേക്കുന്നത്, അതാവും വെറുതെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നുണ്ട്. നമ്മക്കിങ്ങനെ വെറുതെ കറങ്ങി നടക്കാൻ എന്തെങ്കിലും ജോലി വേണ്ടേ? അയ്യോ, ഞാൻ ഇവിടെ മൈനിങ് ഏരിയ സെറ്റ് ചെയ്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഒരാറ് ഫുള്ളായിട്ട് ഞാൻ അങ്ങോട്ട് പോകും. വേണ്ട, ആദ്യം കുറച്ച് വില്ലേജസിനെ ട്രാപ്പ് ചെയ്യണം. കരയുന്ന ഒന്നുമില്ല. അതായത് നമുക്ക് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണ്ടേ? എന്നാ ഡ്രോപ്പി
അല്ല വേണ്ട, നീ ആ ഇത് തന്നാ ആണോ? എന്നാ ഞാൻ അപ്പോഴത്തേക്ക് പോയിട്ടേ കുറച്ച് വുഡ് മൈൻ ചെയ്തിട്ട് താപ്പോട്ട് പോകുമ്പോ വുഡിന്റെ ആവശ്യവും ഫുഡിന്റെ ആവശ്യവും വരും. ഫുഡ് ഉണ്ടോ? അയൺ പിക്കാക്സും ഡയമണ്ട് പിക്കാക്സും തന്നേക്ക്. ആ എനിക്ക് ഇതാ വരുന്നു. വേണം വേണം, കുറച്ച് വുഡ് മൈൻ ചെയ്തിട്ട്, കാരണം അങ്ങോട്ട് പോകുമ്പോഴേ വുഡിന്റെ ആവശ്യം വരും. അപ്പം ഞാൻ എന്താ ഏകദേശം വുഡ് ഇത്രയൊക്കെ മതി ഗൈസ്. അപ്പൊ നമുക്ക് വുഡ് ഇത്രയും മതി. എന്താ എന്തുവാ എന്തിതാ ഡ്രോപ്പ് ചെയ്. ഡയമണ്ട് ഇട്ടാതെ ഡയമണ്ട് പിക്കാക്സ്. ഓ പൊളി. എടാ ഒരു ഡൗട്ട് ചോദിച്ചോടാ, നമ്മുടെ ഇവിടുന്ന് ഡയമണ്ട് പിക്കാക്സ് കിട്ടുമോ? നമ്മുടെ ഈ സ്ഥലത്തുനിന്നേ ഡയമണ്ട് പിക്കാക്സ് ആയിട്ട് കിട്ടുമോ? നെറ്റ് അതാ പറഞ്ഞത്, ആദിലിന്റെ കണക്ട് ചെയ്യാൻ. അമ്മ ഫുഡ് അല്ലേ പാടത്തേക്ക് ഫുഡ് എടുത്ത് കഴിക്കട്ടെ. എടാ ഒരു ഹാർട്ട് കൊല്ലല്ല പാടാ, ഒരു ഹാർട്ട്. അഹങ്കാരം കാണിക്കുന്ന ഏതാണ് ആ ക്രോസ് ബോ? ഡ്യൂപ്ലിക്കേറ്റ് എന്റെ ഒരു ഹാർട്ട് ആക്കുന്നത്. ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ എന്റെ കൈ ഡ്യൂപ്ലിക്കേറ്റ് 2 അടി അടിച്ചോളൂ, ഞാൻ ഒരു ഹാർട്ടായി. ഒറിജിനൽ അടിച്ച ഫുൾ ഹാർട്ട് ആണെങ്കിൽ എന്തുവാ 2 അടിക്ക് 3 ഹാർട്ട് ബാക്കിയാണ്. എടാ അത് ദൂരെ നിന്നാണ് അടിച്ച. എടാ എനിക്ക് എപ്പോഴും ചാവൊക്കെ ഉള്ളത് ഇതു. പില്ലേച്ചോട്ടെ ഇത് അതാ പറഞ്ഞ ആദിലെ നിതാന അതാ പറഞ്ഞ നെറ്റ് കണക്ട് ചെയ്യാൻ. ആദില്ല നിതാനെ കണക്ട് ചെയ്യുന്നതോ. നീ പോയി ഫ്രീ ഫയർ ഫ്രീ ഫയർ പ്ലെയർ ആണെന്ന്. അടിയോടി അടിയുടെ പൂരം തൃശ്ശൂർ പൂരം. അപ്പൊ ഒരു സെക്കൻഡ് എന്ന വഴിക്കാണെങ്കിൽ കുറെ ഫൈറ്റ് ഒക്കെ നടന്നു, അതൊക്കെ കാണിക്കാൻ പറ്റിയില്ല. ബ്ലോക്കോ നിക്ക് ഗൈസ്, ഞാൻ ഒന്ന് ബ്ലോക്ക് ഡ്രോപ്പ് ചെയ്ത. ഇത് ഏതായിരുന്നു ഡ്രോപ്പ് ചെയ്യുന്നത്? അതല്ല ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏത് പറഞ്ഞ ഡ്രോപ്പ് സ്വിച്ച് ഉണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെടണ്ട. സത്യം വച്ചാന് എനിക്ക് കുബിൾ സ്റ്റോൺ മതിയോ? അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതോ അവിടെ 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 ആ ഇമോട്ട് ഇട്ടോണ്ട് വരുന്നിട്ട് പോയെടുത്തോടാ. ഒരു സ്റ്റാക്ക് തന്നെ ധാരാളം. ഇച്ചിരി പോലത്തെ എന്നാ ടോർച്ചും കൂടെ വെച്ചോ. നീ ആണെങ്കിലേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. നമുക്കാണെങ്കിൽ ഇവിടെ ഒന്ന് നല്ലപോലെ സെറ്റ് ചെയ്യാം. ഇതാണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കവർ ചെയ്തിട്ട് വാ. എന്താ ഇവിടെ ടോർച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈസ് PC കളിക്കുന്നതിനെക്കാട്ടി എളുപ്പം മൊബൈലിൽ കളിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ടോർച്ച് വെച്ചേക്കുന്ന അടുത്തോട്ട് വാ. അതിപ്പം ടീസ്പൂൺ ആവും. മച്ചന്ന് ഈ ടോർച്ച് എടുത്തിട്ട് നീ പൊക്കോ. വേണ്ട, അതൊക്കെ ഗെറ്റ് ചെയ്യാൻ ഭയങ്കര ലാഗൊക്കെ ആയിരിക്കും, കൊള്ളത്തില്ല. അത് പിന്നെ മറ്റേ അച്ചീവ്മെന്റ്സും കിട്ടത്തില്ല. ഡൈനാമിക് മോഡ് കയറ്റിയ അത് ഡൈനാമിക് അല്ലേ. ബിഹേവിയർ പാക്ക് ആക്ടിവേറ്റ് ചെയ്യണം. അതാ ഞാനും ആക്ടിവേറ്റ് ചെയ്തേ. വാ 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 മാതി പിന്നെ വെക്കാടാ. ഗൈസ് ഇതായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച കേവ്. കണ്ടോ
അവിടെയൊക്കെ ഞങ്ങൾ കുറച്ച് ടോർച്ച് സ്പാൻ ചെയ്ത് പിന്നെ ഓടി വന്ന്. എടാ വാ, ഇപ്പം തന്നെ ഇവിടെ മോബ് സ്പോണാവാൻ പറ്റിയ കുഴിയായി. ആ വെട്ടം ഇല്ലാത്തോണ്ട് വാ, മതി. ആദ്യം നമുക്ക് പിന്നെ അടയ്ക്കാം. ഇപ്പൊ നമുക്ക് താഴോട്ട് മൈൻ ചെയ്യുന്ന മതിയിടോ, സമയമില്ല. വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സമയം കഴിയാറായി. എനിക്കാണെങ്കിൽ ഇനി വീട്ടിൽ പണിയുണ്ട്. ഒരു സ്റ്റുഡൻ്റ് ആണ് ഗൈസ്. ഇനി സ്പാം ചെയ്യട്ടോ ടോർച്ച് പ്ലീസ്. സ്പാം ചെയ്തോ. ഓക്കെ. മേലെ വെക്ക. അറിയാതെ അങ്ങാണ് വെള്ളം എടുത്ത് നമ്മൾ ഒഴിക്കും. നമ്മൾ പൊട്ടമ്മ പൊട്ടത്തനം കാണിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും സുധിയാണെന്റെ വീഡിയോ ആണെന്നെങ്കിൽ കമന്റ് ചെയ്യണേ. അതന്നെ, കമന്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സുധിയാന്റെ വീഡിയോസ് കാണുന്നത് കേട്ടാ. സുധിയാന്റെ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ സുധേണ്ണനെ ഇഷ്ടമല്ല. അത് പറ്റി എടാ പാവകളെ ഭീഷണിപ്പെടുത്തുവതല്ലോ നമ്മള്. അതിലോട്ട് നീ സ്പാം ചെയ്യും ഗൈസ്. അപ്പൊ നമ്മള് തീരുമാനിച്ചിരിക്കുന്ന വൈ ലെവല് -59 അല്ല 59 വേണ്ട. അവിടെ താഴോട്ട് ചെരുപ്പാണ്. നമുക്കൊരു 57, 56, 59 ഡയമണ്ട് കിട്ടുന്നത്. പക്ഷെ 57 ആണെങ്കിൽ ഡയമണ്ടും കിട്ടും, അയണും കിട്ടും. ഇപ്പൊ അയൺ ഗോളം ഫാം ഇല്ലല്ലോ. എടാ വെട്ടം ടോർച്ച്. അപ്പം ഗായ്സ്, ഞങ്ങളാണെങ്കിൽ താഴെ വരെ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. തീർന്നു. എൻ്റെ ഇനി നീ മൈൻഡ് ചെയ്യാം. ട്രോപ്പി ഓക്കെ. ഇനി നീ പൊക്കോ. അപ്പൊ ഗായ്സ് 59 ആവുമ്പോ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. ഇതെന്താ മ്യൂട്ട് ചെയ്യാത്ത ഗൈസ്? 59 ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ്, ഞാൻ വരുന്നത് ഗൈസ്. ഒരു മിനിറ്റ്. ഏത് വഴിയാ ഗൈസ്? അപ്പം നമ്മളാണെങ്കിൽ മൈൻ ചെയ്തോണ്ട് പോയപ്പോൾ ഒരു കേവ് കിട്ടി ഗൈസ്. അമ്മാ ഇല്ല, അതാ ഡയമണ്ടിന്റെ മണ്ടയ്ക്ക് ഞാൻ വീണ്. നിന്റെ അടുത്തുണ്ടോ? ആദ്യത്തെ ഡയമണ്ട് അങ്ങ് പിക്കാക്സ് വെച്ച് അങ്ങ് മൈൻ ചെയ്തിട്ട് ഡയമണ്ട് പിക്കാക്സ് വെച്ച് ഡയമണ്ട് നമ്മൾ മൈൻ ചെയ്യുകയാണ് ഗൈസ്. അപ്പം ഫോർച്യൂണറി ഇല്ലാത്തോണ്ട് ഓർമ്മ കിട്ടത്തുള്ളൂ. ഞാൻ ടോർച്ച് അറിയാതെ സ്പാം ചെയ്യുന്നുണ്ട്. എവിടെയാ നീ? കറക്റ്റ് മുകളിലാണോ? നിക്ക് ടോർച്ച് സ്പാൻ ചെയ്തതൊക്കെ പൊട്ടിച്ചോളൂ. ആ സൈഡിലോ? അതിലേക്കൂടെ വന്ന പിന്നെന്താ അവിടെ വെക്കുന്ന നീ? നമ്മള് പിന്നെ കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാടാ ഡയമണ്ട്? ഞാൻ കുറച്ച് അയൺ അങ്ങോട്ട് എത്തി നോക്ക്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് എത്തി നോക്ക്. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോകണോ? താഴോട്ട്. കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. കണ്ടോ? ഇല്ല. നീ അവിടെ ബ്ലോക്ക് ക്ലിക്ക് ചെയ്തപ്പോ ഞാൻ താഴോട്ട് പടയെന്ന് പറഞ്ഞു. എടാ ഞാനല്ല, നീ എന്താ ഡാമേജ് വന്ന? നീ ഡാമേജ് വന്നപ്പോഴാ ഇതാക്കിയത്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നോക്കിയാൽ കാണാം.
എടാ ഞാൻ വീട്ടിന്റെ താഴോട്ടല്ലായിരുന്നു മൈൻ ചെയ്തത്. ആണ്. പെട്ടെന്ന് വാ. ഞാൻ നിക്കുന്ന വീട്ടിന്റെ താഴോട്ട്. ഞാൻ പോയി സാധനങ്ങൾ എടുക്കട്ടെ. എടുക്ക് ഞാൻ നോക്കോട്ടെ ഏത് വീട്ടിന്റെ അകത്തുനിന്നാ ഞാൻ മൈൻ ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 2 ഡോറുള്ള വീട്ടിന്റെ ഞാൻ അകത്തുനിന്ന്. സാധനങ്ങൾ എടുത്തു. ഓ, സ്പേസും ഇല്ല തേങ്ങ. ആ മോയെ മോയെ, ടോർച്ച്, ടോർച്ച്. അതാന്ന് തോന്നുന്നു. മോയെ. അപ്പൊ ഇതിന്റെ ഇവിടെയാണ് മെയിൻ സാധനം. സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയി തള്ളിയിട്ട് എന്തോ ഒരു ഡയമണ്ട്. ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഗൈസ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയില് താഴെ പോയി ഉള്ള ഡയമണ്ട് ഒക്കെ മൈൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോ. അപ്പം ഗൈസ് എല്ലാവർക്കും ബൈ. അടുത്ത ഡയമണ്ട് നമുക്ക് പിന്നെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം.